പഹൽഗാമിൽ 28 നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തിട്ട് ഇന്ന് 8 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആ 4 പേർ, ആ ആക്രമണം നടത്തിയ 4 പേർ ഇപ്പോഴും വനമേഖലയിൽ ഒളിച്ചു കഴിയുകയാണ്. സൈന്യം അവരുടെ തൊട്ടടുത്തെത്തി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവർ പിടിയിലായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ സാർ? പിടിയിലായി എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അത്ര ഉറപ്പോടു കൂടിയാണ് സൈന്യം പറഞ്ഞത് 2 ദിവസത്തിനകം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ വാർത്തകൾ കിട്ടും. സന്തോഷകരമായ വാർത്ത എന്തായാലും അവരെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളതായിരിക്കില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നത്, നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ഊഹിക്കാവുന്നത്, അവരെ പറ്റിയുള്ള ശരിയായ സൂചനകൾ, ശരിയായ ദിശയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം പുതിയൊരു വിവരം പറയുന്നത് ഹാസിം മൂസ എന്ന് പറയുന്ന പാക് പട്ടാളത്തിലെ മുൻ കമാൻഡർ കൂടി പിടിയിലായിരിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പങ്ക് നേരത്തെ പറഞ്ഞിട്ടില്ല, അറിയപ്പെട്ട കാര്യമല്ല, പക്ഷേ അതിൻ്റെ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരാളിൻ്റെ ഇതിൻ്റെ പങ്ക് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിന് കാരണഭൂതരായ ചിലരെയെങ്കിലും പിടികിട്ടിയിട്ടുണ്ടോ, ഇത് അടുത്തറിയാവുന്ന വ്യക്തമായ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുമാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിന് കാരണഭൂതരായിട്ടുള്ള ആൾക്കാർ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ ആകാത്ത വിധം പഴുതുകളില്ലാത്ത. അനന്തനാഗ് ജില്ല സമ്പൂർണ്ണമായിട്ടും ഇപ്പോൾ സൈന്യത്തിൻ്റെ കയ്യിൽ. പണ്ടേ ആയിരുന്നല്ലോ, അനന്തനാഗ് ആണല്ലോ ഈ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങളുടെ ഒരു വലിയ താവളമെന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് കടന്നു വരാൻ എളുപ്പമുണ്ട്, അതിന് എല്ലാ സഹായങ്ങളും കിട്ടുമായിരുന്നല്ലോ. ഒരു റോഗനേഷനാകുമ്പോൾ അതിനെക്കുറിച്ച് അവർക്കൊരു പുനർചിന്തയില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് സ്റ്റേറ്റാണ്, അതിന് പല കാര്യങ്ങൾ നോക്കാനുണ്ട്. പാകിസ്ഥാൻ അങ്ങനെയൊന്നും നോക്കാനില്ല. ഇപ്പോൾ കള്ളന്മാർക്കൊരു വീട്ടിനകത്ത് കയറി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് വല്ല ചിന്തകളും ഉണ്ടോ? മണ്ടവരെ അടിച്ചു പൊട്ടിക്കും ഒരു പണം കവരാൻ വേണ്ടി. അതെ. അപ്പോൾ അന്തസ്സായിട്ട് നിയമമനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ മാന്യനായ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ ശരിയായ തെളിവുകളുടെ ബലത്തിൽ മാത്രമേ, നിരപരാധികളെ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല, അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് റൂമേഴ്സൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് റോഗ്സ് എന്ന് പറയുന്ന തെമ്മാടികൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ സശക്തമായിട്ടുള്ള പട്ടാളക്കാരിവിടെയുണ്ട്. അവർ വേണ്ടതുപോലെ അവർ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് വിവരമില്ലാത്തവരാണ്. കാരണം അവർക്ക് തെറ്റുകയില്ല. കാരണം ജനാധിപത്യത്തിൻ്റെ കീഴിൽ, ജനാധിപത്യത്തിൻ്റെ നിയന്ത്രണത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഫഷണലിസം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിയായിട്ടുള്ള പ്രതികളെ ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും കണ്ടെത്തി ഒരുപാട് യാതനകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് ഇവർ നിർവഹിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്കിട്ട് പാര വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു രാഷ്ട്രത്തിലെ ഭരണഘടന അനുസരിച്ച് അതിന് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഉണ്ട്. അവകാശങ്ങൾ മാത്രമല്ല, അനുസരിച്ച് ജീവിക്കേണ്ട ആൾക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ അനന്തനാഗ് ജില്ലയിൽ ഏതാണ്ട് അവരെ പിടിച്ചിട്ടുണ്ടാവാം, പിടിച്ചിട്ടില്ലാവാം. പക്ഷേ അവരെ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കൃത്യമായിട്ടും സൈന്യത്തിൻ്റെ റഡാറിനുള്ളിലാണ്. അവിടുന്ന് പോകാൻ പറ്റുകയില്ല. എലിപ്പെട്ടിക്കുള്ളിൽ പിടിച്ചിട്ടതുപോലെ. സാർ, പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കാഴ്ച, ഇപ്പോൾ ഒരു കൊലപാതകം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ മോഷണം നടക്കുന്നു, അപ്പോൾ പോലീസ് പ്രതിയെ പിടികൂടുന്നു. 24 മണിക്കൂർ പോലീസിന് പ്രതിയെ കയ്യിൽ വെക്കാം. 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. 24 മണിക്കൂർ കഴിഞ്ഞു പോയാൽ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. അപ്പോൾ പോലീസ് ഈ കേസിലെ പ്രതിയെ കൈ കിട്ടിയാൽ അവരെ വെച്ച് വളരെ കൃത്യമായിട്ട് തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുള്ളൂ. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂറിനകത്ത് ഹാജരാക്കണം. ഇവിടെയും അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇവരെ കയ്യിൽ കിട്ടിയിട്ട് മറ്റ് തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു പരിശ്രമം നടന്നു വരികയാണോ NIA? അതുപോലെ തന്നെ ഒരു പക്ഷേ ഇതിലുള്ള എല്ലാവരെയും കിട്ടിക്കാണത്തില്ല, 1-2 പേരെ കിട്ടിക്കാണും. ഇപ്പോൾ 15 പേര് അറസ്റ്റിലാണ്. 15 പേർ വരെ സഹായിച്ച 15 പേർ കൃത്യമായിട്ട് പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം ഇവിടെ നിലനിൽക്കുകയാണ്. നമുക്കതിൻ്റെ നേരിട്ടുള്ള തെളിവുകൾ പറയാൻ പറ്റില്ലെങ്കിൽ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് അതിനെ ലിങ്ക് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ വരുന്ന ഇതാണ്, 15 പേരെ ആദ്യം പിടിച്ചെടുത്തു. അവർ നൽകിയ ക്ലൂസ് വെച്ചിട്ട് ആദ്യം പഹൽഗാമിലായിരുന്നല്ലോ ഈ അന്വേഷണം നടന്നു. അവിടെ നിന്ന് ഇപ്പം മാറി ത്രാൽ സെക്ടർ, അതുപോലെ അനന്തനാഗ് ജില്ല, ഇവിടങ്ങളിലേക്ക് മാറി. അപ്പോൾ അവിടെയാണെന്നുള്ള വ്യക്തമായ സൂചനകൾ ഈ പിടികൂടപ്പെട്ടവരിൽ നിന്ന് കിട്ടിയതിന് ശേഷമാണ്. അത് കഴിഞ്ഞ് പട്ടാളം പറഞ്ഞ കാര്യം 2 ദിവസത്തിനകം നിങ്ങൾക്ക് സന്തോഷ വാർത്ത കിട്ടും. ആ സന്തോഷ വാർത്ത കിട്ടുമെന്ന് ഉറപ്പായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി പട്ടാളം പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് അവരെ പിടികിട്ടിട്ടുണ്ട്, 2 പിടികിട്ടുന്ന അകലത്തിലായി കഴിഞ്ഞിട്ടുണ്ട്
അവർക്ക് വല വീശിയിട്ടുണ്ട്. അവർ വലയിലായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഇവരുടെ കയ്യിലായി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വലയിലായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ കഴിഞ്ഞ ദിവസം ഈ കുൽഗാമിൽ വെടിവയ്പുണ്ടായി. ഈ പറയുന്ന പഹൽഗാമിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ 4 അംഗ സംഘവും നമ്മുടെ സൈന്യവുമായിട്ട് ഒരു വെടിവയ്പുണ്ടായി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അവിടെ വെടിവെപ്പ് പല തരത്തിലുണ്ടാവാം. സാറ് ത്രാലിന്റെ കാര്യം പറഞ്ഞു. ത്രാലിലാണ് ഇവർ ഗ്രാമീണരെ ചെന്ന് വിരട്ടി ഭീഷണിപ്പെടുത്തി ഭക്ഷണം വാങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴത്തേക്ക് സൈന്യം അവിടെ എത്തിയതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അതെ, 2 വീടുകളിൽ തമ്പ് അടിക്കുകയായിരുന്നു. അവിടുന്ന് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടാൻ ഇനി അധികമൊന്നുമില്ല, ചുറ്റും പട്ടാളം തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ആഹാരം ഇത്രയും പട്ടിണി കിടന്നിട്ട് കാട്ടിലായിരുന്നു അവർ. കാട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി സമയം വന്നപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന നമ്മുടെ അഭിമാനമായ നമ്മുടെ പട്ടാളം കണ്ടെത്തുകയാണ് ചെയ്തതെന്ന് ഊഹിക്കാം. അങ്ങനെ കണ്ടെത്തുകയും അവരെ വളയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വീട്ടിലും അവർ കയറി ഒളിക്കുകയില്ല എന്ന് മാത്രമല്ല, ഭൂമിയുടെ പാതാളത്തിൽ പോയി ഒളിച്ചാലും ശരി, ഇനി താഴോട്ട് പാതാളത്തിലേ പോകാനുള്ളൂ അവർക്ക്, അവിടെ പോയാലും പട്ടാളം കണ്ടെടുക്കും, പിടിച്ചെടുക്കും. ജീവനോടെ കരയിലും ആകാശത്തും കടലിലും പാതാളത്തിലും രക്ഷയില്ല. കേട്ടില്ലേ അർജുനൻ എങ്ങനെയാ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആള് ചതിയനെ എങ്ങനെ കണ്ടെടുത്തു, പിടിച്ചെടുത്തു എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി പട്ടാളം അങ്ങനെ പറയാനിടയില്ല. ആ സന്തോഷ വാർത്ത ഇപ്പോൾ തന്നെ പട്ടാളത്തിനുണ്ടാവും. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് ഇത്തിരി സമയം, നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാണ്. ഇത്തിരി അച്ചടക്കമുള്ള പട്ടാളമായതുകൊണ്ട് അതങ്ങനെ പാകിസ്ഥാനെ പോലെ വഴിതെറ്റിപ്പോയ പട്ടാളക്കാരനെ പിടിച്ചു വെച്ചിട്ട് വീരവാദം നടത്തുന്ന പരിപാടിയൊന്നും നമുക്കില്ല. ശരിയായ ആളുകൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് ലോകത്തോട്, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഈ ലോകത്തോട് അത് പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള വഴി. അതാണ് അതിൻ്റെ പ്രൊഫഷണലും അന്തസ്സുള്ളതുമായിട്ടുള്ള അച്ചടക്കമുള്ള ഒരു പട്ടാളത്തിൻ്റെ രീതി. അത് അവർ ചെയ്യും എന്ന് തന്നെയാണ്. സാർ, ഈ ഇത്രയും ദിവസങ്ങളായി കഴിഞ്ഞു, ഇവർക്ക് ഇനി ആഹാരമില്ല, ആയുധങ്ങൾ കൈവശമില്ല, വെടിക്കോപ്പുകളില്ല. ഇവരെങ്ങനെ ഈ വനമേഖലയിൽ, കാട്ടിനുള്ളിൽ ഇവരെങ്ങനെ ഒളിച്ചു കഴിയും? ഇതിനൊക്കെ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ട്രെയിൻ എന്താണ് പാകിസ്ഥാനിലെ ട്രെയിനിങ് എന്ന് പറയുന്നത്? ഇങ്ങനെ വളരെ ഭീകര പരിശീലന ക്യാമ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോസ്റ്റൈൽ എൻവയൺമെന്റിൽ പഠിക്കുന്ന ആൾക്കാരാണ്. നോക്കൂ, എത്ര ദിവസങ്ങളോളം പട്ടിണി കിടക്കാനുള്ള പരിശീലനം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ മിലിറ്റൻസിനെ പരിശീലിപ്പിക്കുമ്പോൾ തന്നെ അത് അങ്ങനെ ചെയ്യാറുണ്ട്, അവരങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നോക്കൂ, മലപ്പുറം ജില്ലയിൽ കൊലപാതകത്തിന് വേണ്ടിയുള്ള പരിശീലനം നടത്തി. അതെങ്ങനെയാണ് അവരാദ്യം ചെയ്തിരുന്നത്? പട്ടികളെ വെട്ടിക്കൊന്ന്, പട്ടികളുടെ കാല് വെട്ടുക. പിന്നെ നടന്നത് മനുഷ്യര്, ബൈക്കിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ഈ കണങ്കാല്, നമ്മുടെ ഈ ശരിക്കും ശരീരത്തിലെ ഏറ്റവും ദുർബലമായ ഭാഗമാണ് ഈ കാല്. അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കുക അസാധ്യമായിട്ട് തീരുന്ന ഒരു സ്ഥലം, നടക്കാൻ സാധിക്കും, വെട്ടിയാൽ മുറിയുന്ന സ്ഥലവും. അപ്പോൾ ഈ പശുവിനെയൊക്കെ വെട്ടുന്നത്, കാളയും വെട്ടുന്നത് കഴുത്തിനാണല്ലോ. കാരണം ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ ജീവൻ കളയാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത്. മറ്റേത് കണങ്കാല. ആ കണങ്കാലിൽ വെട്ടാൻ കാരണം എളുപ്പവും, തല വെട്ടുന്നതിനേക്കാൾ, അവൻ കാണുന്നതിനേക്കാളും പുറകിൽ നിന്ന് വെട്ടാം. അതാണ് എൻ്റെ പ്രശ്നം. പിന്നിൽ നിന്ന് വെട്ടാവുന്ന ഒരു ഭാഗമാണ്. ഇതുപോലെയുള്ള പരിശീലനങ്ങൾ സിദ്ധിച്ചവരാണ് ഇവരൊക്കെ. ആ പരിശീലനം കുറേ നാളായിട്ട്, ഏറെക്കാലം പരിശീലനം നടത്തിയിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് നടത്തി വിജയകരമായിട്ട് പൂർത്തിയാക്കി വരുന്ന ആൾക്കാരാണല്ലോ ഇതിൽ. ഇവർ അത് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആയാലും അതെ, നമുക്ക് കാത്തിരിക്കാം. വൈകാതെ ശുഭവാർത്ത നമ്മളെ തേടി എത്തും. പിടിയിലായി എന്നുള്ള ഈ നരാധമന്മാർ, ഈ നരഭോജികൾ പിടിയിലായി, സൈന്യത്തിന് ജീവനോടെ പിടിക്കാൻ സാധിച്ചു. ഒരു കേണൽ ഇന്നലെ പറയുക തന്നെ ഉണ്ടായി. നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം, ഈ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കൈകളിൽ നിന്ന് ഇവർ രക്ഷപ്പെടുകയില്ല എന്നുള്ള ഉറപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് അവരെ കൊന്നിരിക്കുമെന്നാണ്. കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ജീവനോടെ പിടികിട്ടുന്നതാണ് നല്ലത്. ലോകത്തോടുകൂടി പറയണമല്ലോ എന്താണ്, ആര് പറഞ്ഞിട്ടാണ് തങ്ങളിത് ചെയ്തതെന്ന്. അവരുടെ നാവിൽ കസാബിനെ നമ്മൾ പിടിച്ചതുപോലെ അത് തീർച്ചയായിട്ടും അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു സംശയമില്ല. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, കോൺഗ്രസ് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ദിവസങ്ങളോളം നീണ്ടില്ല. അന്ന് തന്നെ അവന്മാരുടെ ആക്രമണം അവസാനിപ്പിച്ചല്ലോ. മുംബൈയിൽ എന്തായിരുന്നു, 2 ദിവസമാണ് അവിടെ കിടന്ന് അഴിഞ്ഞാടിയത്. ഇതങ്ങനെയില്ല, അത് നമ്മൾ മനസ്സിലാക്കാം. മണിക്കൂറുകൾക്കാവും അവരെ അവിടെ നിന്ന് തുരത്തിയില്ലേ. പട്ടാളം വന്നപ്പോഴത്തേക്ക് പേടിച്ചോടിയില്ലേ അവരെ. അതാണ് അന്നത്തെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം അതിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. ഇത് വെറുതെ പോകുന്ന ഒരു കേസൊന്നുമല്ല. ഇതുവരെ നമ്മൾ സഹിച്ചത് സാമം, ദാനം, ഭേദം, ദണ്ഡം എല്ലാം കഴിഞ്ഞു. ഈ ദണ്ഡത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ദണ്ഡം ഇനി ഒരിക്കലും ഈ ഭീകരപ്രവർത്തനം ആവർത്തിക്കാതിരിക്കാത്ത തരത്തിൽ ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.